ഭ്രാന്തന്റെ പ്രണയം ആൻ അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം 46. മാളുവിന്റെ മുഖത്തു നിന്നും ഞെട്ടല് മാറി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്റെ അപ്പച്ചി! അവൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ആ കാഴ്ച. എന്തായിരുന്നു അവരുടെ ഇതുവരെയുള്ള ജീവിതത്തിന്റെ അർത്ഥം? അവൾക്ക് അറിയുമായിരുന്നില്ല. അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണോടെ ഇന്ദ്രന്റെ അടുത്തിരിക്കുന്ന ഇന്ദ്രയെ നോക്കി. അവർ ഇന്ദ്രന്റെ മുഖമാകെ തലോടുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവന്റെ കവിളിൽ ചുംബിക്കുന്നുണ്ട്. ഹരിക്കും വിനോദിനും അവരുടെ അവസ്ഥ കണ്ട് പാവം തോന്നുന്നുണ്ടായിരുന്നു. അവരുടെ നിറഞ്ഞ കണ്ണുകൾ കാണെ വിനോദിന്റെ കണ്ണുകളും ഒന്ന് കലങ്ങിപ്പോയി. ഇന്ദ്ര! ഇന്ദ്ര വാത്സല്യത്തോടെ അവന്റെ ജീവനില്ലാത്ത ശരീരത്തിലേക്ക് നോക്കി വിളിച്ചു. മാളു തേങ്ങിക്കൊണ്ട് വാപുത്തി പിടിച്ചു. വിനോദ് പെട്ടെന്ന് അവളെ ഒരു കൈകൊണ്ട് ചേർത്ത് പിടിച്ച് അവന്റെ നെഞ്ചിലേക്ക് അവളെ പൊതിഞ്ഞു പിടിച്ചു. ഗൗരി ഇന്ദ്രന്റെ അടുത്തേക്കിരുന്ന് അവനെയും ഇന്ദ്രയെയും മാറി മാറി നോക്കി. ഇന്ദിര ചുണ്ടു വിതുമ്പിക്കൊണ്ട് അവന്റെ മുഖത്തൂടെ തലോടി. എന്തിനാ എന്തിനാ മോനെ അമ്മയെക്കൊണ്ട് ഇങ്ങനെ ഒരു കൃത്യം നീ ചെയ്യിപ്പിച്ച്? സഹിക്കാൻ കഴിയുന്നില്ലല്ലോ എനിക്ക്. അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് വീണു. ഹരി പെട്ടെന്ന് വന്ന് അവരെ ചേർത്തു പിടിച്ചു. അവരവന്റെ മുഖത്തേക്ക് നോക്കി. ആന്റി! അവൻ പതിയെ വിളിച്ചു. ഇന്ദിര ഒന്ന് പുഞ്ചിരിച്ചു. കിടക്കുന്ന നോക്കുമോനെ, പെറ്റ അമ്മയെക്കൊണ്ടെന്നെ അവനത് ചെയ്യിപ്പിച്ചല്ലോ. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഈ വേദന. അവർ നെഞ്ചു പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഗൗരിയുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. പക്ഷേ അവളൊരു അത്ഭുത ജീവിയെ നോക്കുന്നത് പോലെ ഇന്ദിരയെയും ഇന്ദ്രനെയും മാറി മാറി നോക്കുകയാണ്. ആന്റി കരയല്ലേ? അവൻ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അവർ അവരുടെ കണ്ണുകൾ അമർത്തി തുടച്ചു. ഇല്ല ഹരി, ഇനി ഞാൻ കരയില്ല. ഇവൻ അർഹിച്ചത് മരണം തന്നെയായിരുന്നു. പക്ഷേ അതെന്റെ കൈകൊണ്ടാവണമെന്നുള്ളത് ദൈവനിശ്ചയാവും. ഇവനെപ്പോലൊരു വിഷജന്മത്തെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷ. അത്രയും പറഞ്ഞപ്പോഴേക്കും അവരുടെ കണ്ണുകൾ വീണ്ടും നിറയാൻ തുടങ്ങിയിരുന്നു. മാളു വിനോദിന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി വിങ്ങി പൊട്ടിക്കൊണ്ട് അവരെ നോക്കി. അവരും അതേ സമയം തന്നെ ഇരുവരെയും നോക്കി. ഇന്ദിര അവളെ അടുത്തേക്ക് വിളിച്ചു. അവള് തേങ്ങിക്കൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു. അപ്പോഴും അവളുടെ തോളിലൂടെ കൈയിട്ട് വിനോദ് അവളെ ചേർത്തു പിടിച്ചിട്ടുണ്ട്. അപ്പച്ചി! ഒരു തേങ്ങലോടെ മാളു വിളിച്ചു. ഇന്ദിര അവളുടെ മുഖത്തേക്ക് നോക്കി. ഇത്തവണ അവളെ നോക്കുന്ന കണ്ണുകളിൽ ഒരു തിളക്കമുണ്ട്. ഇന്ദിര അവളെ വാത്സല്യത്തോടെ നോക്കി. സന്തോഷായി മോളെ അപ്പച്ചിക്ക്. എൻ്റെ ഏട്ടൻ എപ്പോഴും പറയായിരുന്നു എൻ്റെ മോൾക്ക് ആരില്ലെങ്കിലും എന്നും നീ തുണ കാണൂന്ന്. ഇപ്പൻ്റെ കുട്ടിയെ രക്ഷിക്കാൻ തന്നെയല്ലേ അപ്പച്ചി ഇതൊക്കെ ചെയ്ത്. അതുകൊണ്ട് അപ്പച്ചിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. കണ്ണുകൾ നിറച്ചുകൊണ്ട് അവര് പറഞ്ഞപ്പോഴേക്കും മാളു പൊട്ടിക്കരഞ്ഞിരുന്നു. വിനോദ് പെട്ടെന്ന് മാളുവിനെ പൊതിഞ്ഞു പിടിച്ചു. കരയില്ലേ മാളു? അവൻ അവളുടെ പുറത്ത് തലോടി. ഇന്ദിര അവരെ തന്നെ നോക്കിയിരുന്നു അല്പനേരം. വിനോദിന്റെ നോട്ടം ഇന്ദിരയിലേക്ക് പോയി. അത് കണ്ടതും അവരൊന്ന് പുഞ്ചിരിച്ചു. മോന് എൻ്റെ മോളെ ഓർമ്മ കിട്ടിയില്ലേ? കുറച്ചു മുന്നേ കുട്ടി ഇന്ദ്രനോട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ മനസ്സിലായിട്ടോ. അവര് പറഞ്ഞപ്പോൾ അവൻ കലങ്ങിയ കണ്ണോടെ തലകുലുക്കിക്കൊണ്ട് മാളുവിന് ഒന്നുകൂടി അവന്റെ ശരീരത്തിലേക്ക് അമർത്തിപ്പിടിച്ചു. നന്നായി. എൻ്റെ മോള് അത്രയ്ക്ക് കണ്ണീര് കുടിച്ചിട്ടുണ്ട്. എന്നും സങ്കടം മാത്രമേ ഇവൾക്ക് ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെയുള്ള എൻ്റെ മോള് ഒന്ന് ചിരിച്ചു കണ്ടത് മോൻ്റെ വീട്ടിലെത്തിയ ശേഷം, മോൻ്റെ സ്നേഹം കിട്ടിയ ശേഷം. അത് പെട്ടെന്നൊരു നാൾ നഷ്ടപ്പെട്ടു പോയപ്പോൾ എൻ്റെ കുഞ്ഞ് ആകെ തകർന്നു പോയിരുന്നു. അവർ പറഞ്ഞു നിർത്തുമ്പോഴേക്കും മാളുവിൻ്റെ തേങ്ങൽ ഉയർന്നിരുന്നു. ഞാനുണ്ടാവും അപ്പച്ചി എന്നും എൻ്റെ കൂടെ കാണൂ ഇവള്. അവൻ മാളുവിനെ ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവൾ പകപ്പോടെ അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവനെ നോക്കി. അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തി. മാളു ഒന്നും മിണ്ടാതെ അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ മുഖം അമർത്തി വെച്ചുകൊണ്ട് ഇന്ദിരയെ നോക്കി. അവർ ചിരിയോടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ കണ്ണുകൾ നിറഞ്ഞു ഒഴുകുന്നുണ്ടായിരുന്നു. ഇത് കേട്ടാ മതി മോനെ അപ്പച്ചിക്ക്. എൻ്റെ മോളെ വിഷമിപ്പിക്കാതിരുന്നാ മതി. അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ കുട്ടി. അവർ പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തിരുന്ന ഗൗരിയെ നോക്കി. അവള് മറ്റേതോ ലോകത്തിൽ എന്ന പോലെ ഇരിക്കുന്നുണ്ട്. ഹരി ഇന്ദിരയ്ക്കരികിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. ഇന്ദിര ഗൗരിയുടെ കവിളിൽ തലോടി. അവൾ ഞെട്ടിക്കൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി. എൻ്റെ മോൻ കാരണം ജീവിതം നശിച്ചുപോയ പെൺകുട്ടി. അവനെപ്പോലെ തന്നെ ഇവളും അതിൽ തെറ്റുകാരിയാ. അന്ന് അവളുടെ സ്ഥാനത്ത് എൻ്റെ മാള് വരേണ്ടതായിരുന്നില്ലേ? അവർ ഉൾക്കിടിലത്തോടെ ചിന്തിച്ചു. പെട്ടെന്നെന്തോ ഓർത്തതുപോലെ അവർ ഇന്ദ്രന്റെ മുണ്ട് അല്പം നീക്കി അവന്റെ ഇന്നറിന്റെ പോക്കറ്റിലായി എന്തോ തിരയാൻ തുടങ്ങി. അവരതെടുത്ത് ഹരിക്ക് നേരെ നീട്ടി. അവൻ എന്താ എന്ന പോലെ അവരെ നോക്കി. ഇന്ദ്രന്റെ ഫോണാ ഇതിൽ. ഗൗരിമോളുടെ. അത്രയും പറഞ്ഞപ്പോഴേക്കും അവരുടെ തല താഴ്ന്നിരുന്നു. ഒരമ്മയ്ക്ക് ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ അപമാനത്തിൽ ഉരുകിക്കൊണ്ട് അവർ പറഞ്ഞു. ഹരിയും അപ്പോഴാണ് അത് ആലോചിക്കുന്നത്. അപ്പോഴത്തെ ദേഷ്യത്തിന് അവളെ തള്ളിക്കളഞ്ഞെങ്കിലും ഈയൊരു പേരിൽ തൻ്റെ അനിയത്തി മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടാൻ അവനും ആഗ്രഹിച്ചിരുന്നില്ല. അവൻ പെട്ടെന്ന് ആ ഫോൺ കയ്യിൽ വാങ്ങി. അത് ലോക്കായിരുന്നില്ല. അവൻ അതിൽ എന്തോ സെർച്ച് ചെയ്യാൻ തുടങ്ങി.
അവൻ്റെ ഫോണിൽ ഒരുപാട് വീഡിയോസ് ഉണ്ടെന്ന് ഹരിക്ക് മനസ്സിലായി. എല്ലാം ഓരോ പെൺകുട്ടികളുടേതാണ്. മരിച്ചു കിടക്കുന്ന അവൻ്റെ ശരീരത്തിലേക്ക് തീരാത്ത ദേഷ്യത്തോടെ ഹരി നോക്കി. ഒന്നും ലോക്കാക്കാതെ സാധാ പോലെ തന്നെ വെച്ചിരിക്കുകയാണ്. അതിൽ ഗൗരി എന്നൊരു ഫോൾഡർ കണ്ടതും അവൻ അത് ഡിലീറ്റ് ആക്കാനായി എടുത്തു. അറിയാതെ അവൻ്റെ കൈ പ്ലേ ബട്ടണിൽ അമർന്നതും ബോധമില്ലാതെ നഗ്നയായി കിടക്കുന്ന ഗൗരിയെ അവൻ ഒരു മിന്നായം പോലെ കണ്ടു. അവൻ പെട്ടെന്ന് മുഖം തിരിച്ചു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഉള്ളിൽ നുരഞ്ഞു പൊന്തുന്ന ദേഷ്യത്തോടെ ഹരി ഇന്ദ്രന്റെ ശരീരത്തിലേക്ക് ആഞ്ഞു ചവിട്ടി. നായേ, ഞാൻ കൊല്ലേണ്ടതായിരുന്നു നിന്നെ, ഹരി ദേഷ്യത്തോടെ അലറി. വിനോദും മാളും ഇന്ദിരയും ഒരു നിമിഷം പകച്ചുപോയി. ഗൗരി മാത്രം ഒരു വികാരവും ഇല്ലാതെ അവനെ വെറുതെ നോക്കിയതേയുള്ളൂ. അപ്പോഴും അവളുടെ ചുണ്ടുകൾ വിതുമ്പുന്നുണ്ടായിരുന്നു. മഹാപാപി, എന്റെ വയറ്റിൽ തന്നെ കുരുത്തല്ലോ നീ. ആ അമ്മ മനം തേങ്ങി. ഹരി, വിനോദ് ഗൗരവത്തോടെ വിളിച്ചു. ഹരി നിറഞ്ഞ കണ്ണോടെ അവനെ ഒന്ന് നോക്കി. അത് കാണേ വിനോദിന്റെ കണ്ണുകളും നിറഞ്ഞുപോയി. ഇനി അത് റിക്കവർ ചെയ്തെടുക്കാൻ പോലും സാധിക്കാത്ത വിധം ഡിലീറ്റ് ആക്ക് ഹരി, അവൻ പറഞ്ഞപ്പോൾ ഹരി ഒന്ന് തലകുലുക്കി. അല്പനേരത്തിന് ശേഷം ഗൗരിയുടെ മറ്റു പെൺകുട്ടികളുടെ വീഡിയോസ് എല്ലാം ഹരി അതിൽ നിന്നും ഡിലീറ്റ് ആക്കി. ഇതാ, അവൻ ഫോണ് ഇന്ദിരയ്ക്ക് നേരെ നീട്ടി. അവർ അത് വാങ്ങി ഇന്ദ്രന്റെ പോക്കറ്റിൽ തന്നെ വെച്ചു. വേറെ എവിടെയെങ്കിലും അവൻ ഈ വീഡിയോസ് സേവ് ചെയ്തിട്ടുണ്ടാവും അപ്പച്ചി? വിനോദ് അല്പം പേടിയോടെ അവരോട് ചോദിച്ചു. ആ ചോദ്യത്തിൽ ഗൗരി പോലും ഒന്ന് ഞെട്ടിയതുപോലെ അവന് തോന്നി. എന്റെ വീഡിയോ അവന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അവന്റെ അച്ഛന് അവനത് കാണിച്ചു കൊടുത്തതാണോ അതോ അയാൾ യാദൃച്ഛികമായിട്ട് കണ്ടതാണോ എന്നറിയില്ല. എന്റെ വീഡിയോ മറ്റെവിടെയും പോവില്ല എന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അവന് മടുക്കുമ്പോ അവൻ ആ വീഡിയോ കളയുമെന്ന് പറഞ്ഞായിരുന്നു. ഇവനെന്നെ മടുത്തിരുന്നില്ല. അത്രയും പറഞ്ഞപ്പോഴേക്കും ഗൗരി തേങ്ങിപ്പോയിരുന്നു. വിനോദും ഹരിയും കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു. മതി ഗൗരി, നിർത്ത്. വിനോദ് അങ്ങനെ തന്നെ നിന്നുകൊണ്ട് അസ്വസ്ഥതയോടെ പറഞ്ഞു. എൻ്റെ ഗായു ഇത് എങ്ങനെ സഹിക്കും? അവനുള്ളിൽ വേദന തോന്നി. ആൻറ്റി, രാഘവന്റെ ഫോൺ? ഹരി പെട്ടെന്ന് ബോധം വന്നതുപോലെ ചോദിച്ചു. അത് സാധാ ഫോണാ. അയാൾക്ക് ഇതുപോലത്തെ ഫോണൊന്നും ഉപയോഗിക്കാൻ അറിയില്ല. ഇന്ദ്രയുടെ ശബ്ദം അടഞ്ഞു തുടങ്ങിയിരുന്നു. മക്കളുടെ ഫോണ് ഇന്ദ്രന്റെ റൂമിലുണ്ടാവും ഹരി. പോയി വേഗം എടുത്തിട്ട് വാ, പെട്ടെന്ന് വേണം, അവര് പറഞ്ഞു. എല്ലാവരും അവരെ സംശയത്തോടെ നോക്കി. പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആ ഫോണ് കിട്ടണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടായിരിക്കും. എന്നെ കൊണ്ടുപോവാൻ ആളുകൾ വരാൻ സമയമായി. അവർ ഇന്ദ്രന്റെ മുഖത്തേക്ക് നോക്കിയാണ് അത് പറഞ്ഞത്. മാളു വിനോദിൽ നിന്നും അകന്നു നിന്ന് അവരെ ഉറ്റുനോക്കി. ഹരി ഹാളിലേക്ക് കയറി ചുറ്റും കണ്ണോടിച്ചു. 2 റൂമുകൾ അടുത്തടുത്തുള്ളത് കണ്ട് അവന്റെ കാലുകൾ അങ്ങോട്ട് സഞ്ചരിച്ചു. അവൻ ആദ്യം പോയത് മാളുവും ഗൗരിയും ഉണ്ടായിരുന്ന റൂമിലേക്കാണ്. അകത്തേക്ക് കയറുന്നതിന് മുന്നേ തന്നെ അവൻ കണ്ടു ചോരയിൽ മുങ്ങിക്കിടക്കുന്ന രാഘവന്റെ ശരീരം. ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അവൻ പിന്നീട് അയാളെ പുച്ഛത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് അതിന് നേരെ ഇപ്പുറത്തുള്ള ഇന്ദ്രന്റെ റൂമിലേക്ക് കയറി. അല്പം തിരഞ്ഞെങ്കിലും ഒടുവിൽ അവൻ ഗൗരിയുടെയും ആളുവിൻ്റെയും ഫോൺ അലമാരയിൽ നിന്നും കണ്ടെടുത്തു. അതെടുത്തുകൊണ്ട് അവൻ വേഗം പുറത്തേക്ക് ഇറങ്ങി. മോനെ വിനു, ഇവന്റെ ഫ്രണ്ട്സൊക്കെ എറണാകുളത്തോ ബാംഗ്ലൂരോ എവിടെയാണെന്ന് ഇന്നാളൊരു ദിവസം ഇവൻ രാഘവനോട് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇവന്റെ പോലെ തന്നെ ആവും ചിലപ്പോ അവരും. എല്ലാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, അവർ ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ വിനോദ് ശരിയെന്ന പോലെ തലകുലുക്കി. ഒരു പോലീസ് വാഹനത്തിന്റെ ശബ്ദം അടുത്തടുത്ത് വരുന്നത് അവരറിഞ്ഞു. മാള് ഞെട്ടലോടെ ഇന്ദിരയെ നോക്കി. എല്ലാവരുടെയും നോട്ടം അവരിൽ തന്നെയായിരുന്നു. അപ്പച്ചി, അവൾ ഞെട്ടലോടെ വിളിച്ചു. അവരവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഞാൻ തന്നെയാ വിളിച്ച്. ഇത് ഞാൻ എനിക്ക് തന്നെ നൽകുന്ന ശിക്ഷയാ മാളു. രാഘവൻ എന്ന മനുഷ്യൻ, അയാളൊരു വൃത്തികെട്ടവനാണെന്നറിഞ്ഞിട്ടും എല്ലാം സഹിച്ചു നിന്നതിന്. പോവാൻ അപ്പച്ചിക്കൊരിടല്ലായിരുന്നല്ലോ. നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ. അത്രയും പറഞ്ഞപ്പോഴേക്കും അവർ തേങ്ങിപ്പോയിരുന്നു. അപ്പച്ചി, മാളു തേങ്ങിക്കൊണ്ട് വിളിച്ചു. കരയേണ്ട മോളെ, എന്നോ അപ്പച്ചി ചെയ്യേണ്ടതായിരുന്നു ഇത്. ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരർഹതയില്ലാത്ത 2 ജന്മങ്ങളാ എൻ്റെ ഭർത്താവും മകനും. ഇപ്പോഴെങ്കിലും ഞാനത് ചെയ്തില്ലെങ്കിൽ പിന്നെ എൻ്റെ മക്കൾക്ക് ഒരിക്കലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയില്ല, അവർ കണ്ണീരോടെ പറഞ്ഞു. അപ്പച്ചി, ഗൗരി കരഞ്ഞുകൊണ്ട് അവരെ കെട്ടിപ്പിടിച്ചു. അവരവളെ ചേർത്ത് പിടിച്ചു. നീയൊരു തെറ്റായിരുന്നു കുട്ടി. ഇനിയെങ്കിലും നന്നായി ജീവിക്കണം കേട്ടോ. ഇവിടെ നിന്ന് എഴുന്നേൽക്ക്, ഇവിടെ ഇരിക്കണ്ട, അവരവളെ അവരിൽ നിന്നും അകറ്റിക്കൊണ്ട് പറഞ്ഞു. പോലീസ് വരുന്നതും അവർ ഹരിയോടും വിനോദിനോടും കാര്യങ്ങൾ അന്വേഷിക്കുന്നതും 2 ഡെഡ് ബോഡികളും നടപടികൾക്ക് ശേഷം എടുത്തുകൊണ്ടു പോകുന്നതും പോലീസ് ഇന്ദിരയെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നതും ഒരു സ്വപ്നത്തിൽ എന്ന പോലെ മാളു കണ്ടുനിന്നു. ജീപ്പിൽ കയറിയിരുന്ന് അവർ അവരെ ഒന്ന് നോക്കി. മാളു അവരെ തന്നെ നോക്കി നിന്നു. നന്നായി ജീവിക്കണട്ടോ രണ്ടാളും, ഇന്ദിര നിറഞ്ഞ കണ്ണോടെ സ്നേഹത്തോടെ പറഞ്ഞു. വിനോദ് മാളുവിനെ അവൻ്റെ ഒരു സൈഡിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് നിറ കണ്ണോടെ ഇന്ദിരയെ നോക്കി തലകുലുക്കി. അവർ പുഞ്ചിരിയോടെ അവരെ തന്നെ നോക്കിയിരുന്നു.
പോലീസ് ജീപ്പ് അവരുടെ കണ്ണിൽ നിന്നും മറയുന്നത് വരെ എല്ലാവരും അവരെ തന്നെ നോക്കി നിന്നു. വിനോദ് മാളുവിൽ നിന്നും കൈയെടുത്തു. വാടാ, നമുക്ക് പോവാ, അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ അവനെ ഒന്ന് നോക്കി. എന്റെ അപ്പച്ചി, അത്രയും പറഞ്ഞുകൊണ്ട് അവൾ താഴേക്ക് കുഴഞ്ഞു വീണു. വിനോദ് ഞെട്ടിപ്പോയി. മാളു മോളെ, അവൻ പെട്ടെന്ന് അവളെ വാരിയെടുത്തുകൊണ്ട് വിളിച്ചു. അപ്പോഴേക്കും ഹരിയും ഗൗരിയും അവരുടെ അടുത്തേക്ക് ഓടി വന്നു. ഹരി, എന്റെ മാളു, അവൻ കണ്ണ് നിറച്ചുകൊണ്ട് ഹരിയോട് പറഞ്ഞു. ഒന്നുമില്ലടാ, എല്ലാം കൂടി മോൾക്ക് താങ്ങാൻ കഴിഞ്ഞു കാണില്ല, നമുക്ക് പോവാ, അവൻ പറഞ്ഞു. ഇങ്ങനെ? വിനോദ് ആകുലതയോടെ ചോദിച്ചു. ഹരി അവനെ ഒന്ന് നോക്കിക്കൊണ്ട് മാളുവിന്റെ കവിളിൽ തട്ടി. മോളെ മാളു, അവൻ അവളുടെ കവിളിൽ തട്ടിക്കൊണ്ടിരുന്നു. അപ്പച്ചി, അവൾ പതിയെ വിളിച്ചു. ഹരി വിനോദിന്റെ മുഖത്തേക്ക് നോക്കി. ഒന്നുമില്ലടവൾക്ക്, പേടിച്ചിട്ടാ, സാരല്ല, മോള് ആകെ തളർന്നിട്ടുണ്ട്, നമുക്ക് പോവാ, ഹരി വീണ്ടും പറഞ്ഞു. വിനോദ് കണ്ണുകൾ അവന്റെ തോളിൽ തുടച്ച് മൂളിക്കൊണ്ട് അവരുടെ കാറിനടുത്തേക്ക് നടന്നു. ഹരി കാർ അൺലോക്ക് ആക്കിയതും വിനോദ് മാളുവിനെ പതിയെ സീറ്റിലേക്ക് കിടത്തി അവളുടെ തലയെടുത്ത് അവന്റെ മടിയിൽ വെച്ച് ഡോറടച്ചു. ഹരി ഗൗരിയെ ഒന്ന് നോക്കി. അവൾ തല താഴ്ത്തി നിൽക്കുകയാണ്. നീ വരുന്നില്ലേ? ഹരി ഗൗരവത്തോടെ ചോദിച്ചു. അവൾ കണ്ണു നിറച്ചുകൊണ്ട് അവനെ നോക്കി. നടക്ക്, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. എന്നെ കൂടി പോലീസ് കൊണ്ടുപോയാൽ മതിയായിരുന്നു, ഞാനും ശിക്ഷ അർഹിക്കുന്നുണ്ട്. അവളുടെ ശബ്ദം പതിഞ്ഞു പോയിരുന്നു. ഹരിക്ക് സങ്കടമോ ദേഷ്യമോ എന്തെല്ലാമോ തോന്നിപ്പോയി. നിനക്കുള്ള ശിക്ഷ നിന്റെ ഈ ജീവിതം തന്നെയാ ഗൗരി, അത്രയും പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവളും അവന്റെ പുറകെ നടന്നു. കാർ പോർച്ചിൽ വണ്ടി നിർത്തിയതും വിനോദ് ഡോറ് തുറന്ന മാളുവിനെ അവന്റെ ഇരു കൈയിലുമായി കോരിയെടുത്തു. സിറ്റ് ഔട്ടിൽ ദേവികയും രാജനും പവിത്രയും ചിന്നുവും ഇരിക്കുന്നുണ്ട്. ആരോടും പറയാതെ രണ്ടുപേരും കൂടി എങ്ങോട്ട് പോയതാണെന്നറിയാതെ ടെൻഷനിലിരിക്കുകയാണ് എല്ലാവരും. മാളുവിനെ കയ്യിലെടുത്ത് കൊണ്ടുവരുന്ന വിനോദിനെ കണ്ട് എല്ലാവരും ഞെട്ടലോടെ എഴുന്നേറ്റ് നിന്നു. അവന്റെ ഷർട്ട് മാളുവിന്റെ ശരീരത്തിലാണ്. ഇന്നർ ബനിയനും മുണ്ടുമാണ് അവന്റെ വേഷം. അവൻ ആരെയും നോക്കാതെ അവളെയും കൊണ്ട് അകത്തേക്ക് കയറി. അവരുടെ പുറകെ നടന്നു വരുന്ന ഹരിയെയും ഗൗരിയെയും കണ്ട് എല്ലാവരും സംശയത്തോടെ അവരെ നോക്കി. എന്താ ഹരി ഇതൊക്കെ? ഇതെന്താ മാളുവും ഗൗരി നിങ്ങളുടെ ഒപ്പം? നിങ്ങൾ ഈ രാത്രി എങ്ങോട്ട് പോയതാ? ഉണ്ണി എന്താ മാളുമോളെ എടുത്തോണ്ട് പോകുന്നേ? സിറ്റ് ഔട്ടിൽ നിന്നും ഹാളിലേക്ക് കയറുമ്പോഴും അവർ ഹരിയോട് ചോദിച്ചുകൊണ്ടിരുന്നു. നാളെ കല്യാണിയപ്പച്ചിയോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയണം. ഹരി അവർ പറഞ്ഞതിന് മറുപടി പറയാതെ ഗൗരവത്തോടെ ദേവികയോട് പറഞ്ഞു. എന്തിന്? പവിത്ര ചോദിച്ചു. ഹരി മറുപടി പറയാതെ ഗൗരിയാണ് നോക്കിയത്. അവൾ ആരെയും നോക്കാതെ ചുമരിലേക്ക് ചാരി നിന്നു. ആർക്കും ഒന്നും മനസ്സിലായില്ല. മാളുവിനെ എടുത്തുകൊണ്ട് മുകളിലേക്ക് പടികൾ കയറുന്ന വിനോദിനെ അപ്പോഴാണ് എല്ലാവരും കണ്ടത്. ഉണ്ണി, നീ എങ്ങോട്ടാ മോളെ കൊണ്ടുപോകുന്നേ? അവളുടെ റൂം താഴെയല്ലേ? ദേവിക അവനോട് ചോദിച്ചു. അവൻ തിരിഞ്ഞു നിന്ന് അവരെ ഗൗരവത്തോടെ നോക്കി. എൻ്റെ ഭാര്യ ഇന്നു മുതൽ എൻ്റെ കൂടെ എൻ്റെ റൂമിലാ കഴിയാൻ പോകുന്നേ. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ എല്ലാവരെയും ഒന്നുകൂടി നോക്കി മുകളിലേക്ക് നടന്നു. അവൻ പറയുന്നത് കേട്ട് എല്ലാവരും ഞെട്ടലോടെ അവനെ നോക്കി. ദേവികയുടെ കണ്ണു നിറഞ്ഞു. എല്ലാവരും ഹരിയുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ പെണ്ണിന് ഓർമ്മയുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ സെറ്റിയിലേക്ക് ഇരുന്ന് തലചാരി കണ്ണുകളടച്ചു. സന്തോഷം കൊണ്ട് കണ്ണു നിറയുമ്പോഴും മാളുവിനെ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്ന വിനോദിനെ ഓർക്കെ അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. കള്ളപ്പന്നി! അവന്റെ ചുണ്ടുകൾ ചിരിയോടെ മൊഴിഞ്ഞു. ദേവികയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി. രാജൻ നിറഞ്ഞ കണ്ണുകൾ പെട്ടെന്ന് ഒപ്പിമാറ്റി. ചിന്നു പവിത്രയുടെ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ച് കരഞ്ഞുപോയി. പവിത്രയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. വിനോദ് ഡോറ് തുറന്ന് മാളുവുമായി അകത്തേക്ക് കയറി. ചുമരിലുള്ള ഗായത്രിയുടെ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് അവൻ മാളുവിനെ ബെഡിലേക്ക് കിടത്തി. ക്ഷീണം കാരണം അവൾ ഉറങ്ങിപ്പോയിരുന്നു. അവൻ അല്പനേരം അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. പതിയെ അവൻ താഴ്ന്നു വന്ന് അവളുടെ നെറുകയിൽ ഒന്ന് ചുംബിച്ചു. ഉറക്കത്തിലും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അത് കാണെ അവന്റെ ചുണ്ടിലും ഒരു ചിരി മിന്നി. തുടരും.